ശ്രീകൃഷ്ണ ഭഗവാനെപ്പോഴും സ്മരിച്ചതാരാണ്? ഇതൊരു ഭക്തി കഥ മാത്രമല്ല എന്നതുകൊണ്ടാണ് ഇവിടെ കുറിക്കുന്നത്. ഇതിന് നമ്മുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധിപ്പിച്ചാൽ എല്ലാവർക്കുമുതകും. ശ്രീകൃഷ്ണനേറ്റവുമധികം സ്മരിച്ചതാരാണ്? ഈ സംശയം പലർക്കുമുണ്ടായിട്ടുണ്ട്. നേരിൽ ചോദിക്കാൻ അവസരം കിട്ടിയ ആൾക്കാർ അത് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ ഉത്തരം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയം ദ്രൗപദിയും പാണ്ഡവരും കൃഷ്ണനും ഒരുമിച്ചുള്ള സമയത്തും ഇതേ ചോദ്യം ഉയർന്നു. ഉത്തരം പറയേണ്ടയാൾ അടുത്തുണ്ട്. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. ഭഗവാനേറ്റവുമധികം സ്മരിച്ചത് ആരാണ്? പാഞ്ചാലി സ്വാഭാവികമായും താനായിരിക്കും എന്നുറപ്പിൽ ഒന്നു ഞെളിഞ്ഞിരുന്നു. കാരണവും ഉണ്ടല്ലോ. ഒരു മണി അന്നത്തെ കൊണ്ട് നിരവധി പേരെ ഊട്ടുന്ന അക്ഷയ പാത്രം പഞ്ചാലിയിലെത്തിയത് കൃഷ്ണകൃപയാണ്. മാത്രമല്ല കൗരവ സദസ്സിൽ വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാന്റെ സംരക്ഷണം മറക്കാനൊക്കുമോ? അർജുനനൊട്ടും സംശയമുണ്ടായില്ല. കൃഷ്ണൻ ചില്ലറ വേഷം കെട്ടൊന്നുമല്ല കൂട്ടുകാരനായ തനിക്കായി ചെയ്തത്. ജീവൻ രക്ഷിക്കാവുന്ന പലയിടങ്ങളിലും അതും ചെയ്ത് നിഴലായി ഒപ്പം നടക്കുന്ന എന്നോടല്ലാതെ ആരെ കൃഷ്ണൻ ഇഷ്ടപ്പെടും? യുധിഷ്ഠിരന് ഒട്ടും സംശയമില്ല. ധർമ്മത്തിനുവേണ്ടി ജന്മം കൊണ്ടയാൾ ധർമ്മപുത്രനായ തന്നെയല്ലാതെ ആരെ ഇഷ്ടപ്പെടാൻ? പക്ഷെ കൃഷ്ണന്റെ കൈവെള്ളയിൽ തെളിഞ്ഞ പ്രിയഭക്തന്റെ രൂപം കണ്ടാണ് പാഞ്ചാലിയുടെ കണ്ണു നിറഞ്ഞു. അർജുനന്റെ തല താഴ്ന്നു. അതെ, കൃഷ്ണന്റെ കൈയിൽ തെളിഞ്ഞ രൂപം യുധിഷ്ഠിരനാണെന്ന് സ്വാഭാവികമായും തോന്നാം. അതുമല്ലായിരുന്നു. അവിടെ സാക്ഷാൽ ശകുനി തെളിഞ്ഞെങ്ങനെ നിൽക്കുവാണ്? കാരണം ഊണിലും ഉറക്കത്തിലും തന്റെ പ്രിയപ്പെട്ട ദുര്യോധനനെ ഉന്നതിയിലെത്തിക്കാൻ കൃഷ്ണനെ തോൽപ്പിക്കണം, കൃഷ്ണനെ തോൽപ്പിക്കണം, കൃഷ്ണനെ തോൽപ്പിക്കണം എന്ന് ജപിച്ചു നടന്ന ശകുനിയായിരുന്നു കൃഷ്ണ 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 എന്ന് ഏറ്റവും കൂടുതൽ ജപിച്ചു നടന്നത്. പ്രിയമായിട്ടാണെങ്കിലും അപ്രിയമായിട്ടാണെങ്കിലും തന്നെ പരാജയപ്പെടുത്താനാണെങ്കിലും തന്നെ ഏറ്റവുമധികം സ്മരിച്ച ഭക്തനെ ശകുനിയുടെ രൂപം കൈവെള്ളയിൽ തെളിയിച്ച് ഒപ്പമുള്ളവരെ ഞെട്ടിച്ചു. ആരെ നാം സദാ നനയ്ക്കുന്നുവോ ആ വ്യക്തിത്വം നമ്മെ സ്വാധീനിക്കും. അത് പൂർണ്ണമായ സത്യം.